മെയിനായിട്ട് പറയാനുള്ളത് ഹക്കീമിനോടാണ്. ഹക്കീമെ, നീ പറയുന്നുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഫ്രോഡാണ്, ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, ഫിറോസ് കുന്നംപറമ്പിൽ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കൊക്കെ ഓരോ കുടുംബങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നുള്ള രീതിക്കൊക്കെ നീ പറയുന്നുണ്ട്. ശരിക്കുള്ള ഫ്രോഡ് ഹക്കീമെ നീയല്ലേ? നീ തരൂരുള്ള മോഹനേട്ടൻ്റെ വീട്ടിൽ നിന്റെ ട്രസ്റ്റിൽ ജോലിക്ക് 19,000 രൂപ സാലറിക്ക് ഞാൻ നിൽക്കുമ്പോൾ എന്നെ കൂട്ടിയിട്ട് പോയിട്ട് നീ കണ്ണിൽ ഗ്ലിസറിൻ തേച്ചിട്ട് കരയിപ്പിച്ച വ്യക്തിയാണ് ഹക്കീം. അതെല്ലാവരേക്കാട്ടിലും കൂടുതൽ എനിക്കറിയാം. അങ്ങനെയുള്ള നീയാണോ ഹക്കീമെ ഫിറോസ് സിനിമ പിടിക്കാനാണ്, ഫിറോസ് കള്ളനാണ്, ഫ്രോഡാണ് എന്നുള്ള രീതിക്കൊക്കെ നീ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആളുകളെ കരയിപ്പിച്ച് വീഡിയോ എടുത്തിട്ടും പല രീതിക്കും നിന്റെ ട്രസ്റ്റിലുള്ള സമയത്ത് ഇത് എന്താ പറയുക, പരമാവധി എല്ലാ ആളുകളും ഷെയർ ചെയ്യണം, ഇത് എത്തേണ്ടടുത്ത് എത്തണം, എല്ലാ ജനങ്ങളെയും പറ്റിക്കുകയാണ് പല രീതിക്കും. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് നമുക്കൊക്കെ ഈ രീതിക്കൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ കയറിയിട്ട് പല രീതിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാരണം കൊണ്ട് സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ഫിറോസ് കുന്നംപറമ്പിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വ്യക്തി എന്താ പറയുക, നന്മ ചെയ്ത് പാവങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകൾ, അത് ആ വ്യക്തിയുടെ ജാതി നോക്കി, മതം നോക്കി, രാഷ്ട്രീയം നോക്കി എതിർക്കണമെന്ന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ. അതിൽ മെയിനാണ് ഹക്കീം പഴയന്നൂർ. കാരണം ഫിറോസ് കുന്നംപറമ്പിലാവാനോ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ 7 അയലത്ത് എത്താൻ യോഗ്യത ഇല്ലാത്ത കാരണം കൊണ്ട്, അതിൻ്റെ ഒരു വിരോധം കാരണം കൊണ്ടാണ് ആ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ വയനാട്ടിൽ ഇതിന് മുമ്പ് നൂറുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു ഇതില് നമ്മൾ കണ്ടു, അതിൽ ഉള്ളി തേച്ചിട്ടൊക്കെ ആ കുടുംബത്തിനെ കരയിപ്പിച്ചത്. ഉള്ളി തേച്ച് കണ്ണിൽ ഉള്ളി തേച്ചിട്ടൊക്കെ നിങ്ങളിങ്ങനെ കരയണം, കരഞ്ഞു പറയണം, എന്നാലാണ് ആൾക്കാരൊക്കെ വിശ്വസിക്കുള്ളൂ. നൂറുദ്ദീനെയും ഫിറോസിനൊക്കെ കള്ളന്മാരാണ്, അവരൊക്കെ തെറ്റുകാരാണ് എന്നൊക്കെ പറയും എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കണ ഹക്കീമെ? അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ കുടുംബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അവർ പറയുന്നതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഓരോ കുടുംബത്തിനെ എന്തിനാണ് ഇങ്ങനെ പെരുവഴിയിലാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭമുള്ളത്? ഫിറോസ് കുന്നംപറമ്പിലിനെതിരെ ഓരോ കുടുംബത്തിന് കാശ് കൊടുത്തിട്ടും പല ആളുകളുടെയും ഗൂഢാലോചനയുടെ പേരിൽ ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത് എന്തിനാണ്? പാവങ്ങൾക്ക് കിട്ടുന്ന സഹായം ഇല്ലാണ്ടാക്കണ എന്തിനാണ് ഹക്കീമെ? നീ സൈക്കോ ആണോ, നീ തീട്ടമാണോ എന്നൊന്നും ഒരാൾക്കും അറിയണില്ല. എന്താ പറയുക, നിന്നെ എന്ത് പേരിട്ട വിളിക്കണ്ട്? നവാസ് പാച്ചിറൊക്കെ അന്ന് പറഞ്ഞ പോലെ ചാന്തുപൊട്ടേന്നാണോ നിന്നെ വിളിക്കണ്ട്? സൈക്കോ എന്നാണോ വിളിക്കണ്ട്? തീട്ടം എന്നാണോ നിന്നെ വിളിക്കണ്ട്? എന്താ വിളിക്കണ്ടെന്ന് ഒരാൾക്കും അറിയണില്ല. പോത്തുണ്ടിയിൽ വീഡിയോന്റെ കാര്യം നീ പറഞ്ഞു, പോത്തുണ്ടിയിൽ ഉള്ള വീഡിയോന്റെ കാര്യം. ആ പോത്തുണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫിറോസ് ഖാന്റെ കൂടെ ഞാനും ജംഷിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലൈവിൽ ഫിറോസ് ഖാൻ പറഞ്ഞ തന്നെയാണ് കാര്യം. വേറെ ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ട് അതിൽ എത്ര രൂപ വന്നു എന്ന് പറയാണ്ട് ഫിറോസ് ഖാനെ പോലുള്ളൊരു വ്യക്തി വീഡിയോ ചെയ്യാൻ പറ്റില്ല. പല ആളുകളും അതിൽ കമൻ്റ് ആയിട്ടും ഫിറോസ് ഖാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തതാണ്, ഇവർക്ക് ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും 100% നോക്കി ആലോചിച്ച് എല്ലാം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയി എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു ലൈവിൽ ഫിറോസ് ഖാൻ വരാറ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഹക്കീമെ നീ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? നിനക്കിതുകൊണ്ട് എന്താണ് ലാഭം? ഈ പാവങ്ങൾക്ക് കിട്ടുന്ന സഹായം ഇല്ലാണ്ടാക്കിയിട്ട് ഹക്കീം പഴയന്നൂരിന് എന്താണ് ലാഭം? നിന്റെ സൈക്കോ, നിനക്ക് ഫിറോസ് ചെയ്യുന്ന നന്മകൾ കണ്ട് ഫിറോസിനെ പല ആളുകളും ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്ന ഉദ്ഘാടനങ്ങൾ കണ്ട് നിന്നെ ആരും വിളിക്കാത്തതിൻ്റെ വേദന പൂണ്ടിട്ടൊന്നും നീ ഫിറോസിന്റെ മെക്കെട്ട് കയറണ്ട. നിനക്കത് കിട്ടാത്തത് നിന്റെ ഈ സ്വഭാവം കാരണം കൊണ്ട് തന്നെയാണ്. നിനക്ക് നിന്റെ ഫേസ്ബുക്ക് പേജിന് റീച്ച് കിട്ടാനും നീ വലിയ ആള് കളിക്കാൻ വേണ്ടിയിട്ടും നീ വലിയ ട്രസ്റ്റും മറ്റതൊന്നും പറഞ്ഞിട്ട് നീ നിൽക്കണ്ട. നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ മിണ്ടാണ്ട് പൊക്കോ, അതാണ് നല്ലത്. ഇന്നലെ കണ്ടില്ലേ വയനാട്ടിൽ നിന്ന് കിട്ടിയ പെട കണ്ടില്ലേ? നിനക്ക് ഒരൊറ്റ അടി കിട്ടിയപ്പോഴത്തേന് നീ ഓടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞു കേട്ടോ, സെലീലെ നീ വേഗം ഡോർ അടക്കി,
അപ്പോൾ ചാർജർ ഇല്ല പറഞ്ഞപ്പോൾ ചാർജർ എടുക്കാൻ പോകണ്ട, പോലീസ് വരട്ടെ, നിനക്ക് ഇത്ര പേടിയാണെന്നുള്ളത് എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ എനിക്കറിയാക്കിയമേ. നീ ലൈവിൽ വന്നിട്ടുള്ള പൊളി മാത്രമേ നിനക്കുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലൈവിൽ വന്നിട്ട് എന്തും പറയാ, ഏത് കുടുംബത്തിനും കരയിക്കുക. നീ എന്നെ പറഞ്ഞു വയനാട്ടിൽ 3 ദിവസമായി ഞാൻ വയനാട് വന്ന് ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന്. അപ്പോൾ നീ കാശ് നിന്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കി ഫിറോസ് കുന്നംപറമ്പിലിനെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കുടുംബത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നീ ചിന്തിക്കണം, ഇതുപോലുള്ള കുറേ കുടുംബങ്ങൾ ആ വ്യക്തിയെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന്. നീ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് എന്താ പറയാ. ഇതുപോലുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ, കുറേ ആളുകൾ CIG എന്ന് പറയുന്ന ഗ്രൂപ്പ്, അങ്ങനെ പല കാര്യങ്ങളും 2K ആയി എന്തായാലും ഷെയർ ചെയ്ത എല്ലാ ആൾക്കാർക്കും. കാരണം ഇത് വേറൊന്നുമല്ല, നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും എല്ലാ ആളുകളും തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നിരിക്കുന്നത്. വെറുതെ വന്ന് പറയല്ല കേട്ടോ, പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കുള്ള വോയിസ് ക്ലിപ്പുകൾ, വീഡിയോസ്, കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒരാളെ കുറ്റക്കാരനാക്കുക, തെറ്റുകാരനാക്കുക, അതിനൊന്നും വേണ്ടിയിട്ടല്ല. പറയാനുള്ള കാര്യങ്ങൾ ഇത് പറയണം എന്ന് തോന്നി. കുറേ ആയി ഫിറോസ് ഖാൻ്റെ മെക്കെട്ടും നമ്മുടെ മെക്കെട്ടൊക്കെ കയറുന്നത്. നമ്മുടെ ഒരു കയ്യിൽ കാശും കാര്യങ്ങളൊന്നുമില്ല. സാധാരണക്കാരനായ കാരണം കൊണ്ട്, ഇയാൾ വലിയ മറ്റേ കാശുണ്ട്, അത് കാരണം കൊണ്ട് പല രീതിക്കും ആൾക്കാരൊക്കെ വിലയ്ക്ക് മേടിക്കുന്ന രീതിക്കൊക്കെ നടക്കുകയാണ്. കള്ളനാക്കിയിട്ടും മറ്റേ പെണ്ണ് കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞിട്ടും പല രീതിക്ക് കേസുകളിൽ പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇതുവരെ തല കുനിച്ചിട്ടുമില്ല, തല കുനിക്കാൻ നമ്മൾ നിൽക്കൂല. നിന്റെ മുമ്പിൽ ആണായിട്ട് തന്നെ നിൽക്കും ഹക്കീമേ. നീ ശരിക്കും പറഞ്ഞാൽ നീ ചാന്ത് പൊട്ടന്നെയാണ്. നീക്ക് ആണാണോ? തനി തീട്ടാണ് നീ, തീട്ടം കേട്ടോ. പിന്നെ വയനാട്ടിലത്തെ ആ വിഷയം നിങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഫിറോസ് ഖാനെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാ പറഞ്ഞതിലെ ഏറ്റവും വലിയൊരു കാര്യം, ആ കുടുംബത്തിനെ നടുറോട്ടിലിട്ട് തല്ലണം എന്ന് ഫിറോസ് ഖാ പറഞ്ഞു എന്ന്. ഒരിക്കലും ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നുണകളും പറയാമെന്നുള്ള ഹക്കീമെ നിന്റെ ഈ വിചാരം ഉണ്ടല്ലോ, അത് ശരിയല്ല. കാരണം നന്മയെ ഇല്ലാണ്ടാക്കി തിന്മ വിജയിക്കുമെന്നുള്ള നിന്റെ തോന്നല് ഇത് കാണണം. പിന്നെ അതിനകത്ത് ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു, ഇങ്ങനത്തെ രോഗികളെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞു എന്ന് പറയണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത് ചാരിറ്റി ചെയ്ത രോഗികളല്ല, നിങ്ങൾക്ക് തെറ്റിയതാണ്. എന്താണെന്നറിയാം, നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രോഗികളൊക്കെ പാവങ്ങളാ. ആ പാവങ്ങളുടെ കയ്യിലെ പൈസ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഫ്രോഡുകൾ പോയിട്ട് പല വാഗ്ദാനങ്ങളും കൊടുത്ത് അവരെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. എന്നിട്ട് അവരെ കൊണ്ട് പലതും പറയിപ്പിക്കും. അതൊക്കെയാണ് നമ്മൾ കണ്ടതൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാൻ പറഞ്ഞത് രോഗികളെ അല്ല, മറിച്ച് ഇതുപോലെ രോഗികളെ പല വാഗ്ദാനങ്ങളും കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ, അവരെയാണ് ഞാൻ പറഞ്ഞത് ഈ പൊതുനിരത്തിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട സമയം കഴിയുന്നത്. ഒരിക്കലും ഞാനൊരു രോഗിയെയും പറയില്ല, സഹായിച്ചവനെ തള്ളിപ്പറയില്ല. പക്ഷെ സഹായം കിട്ടിയിട്ട് ഫിറോസ് കുന്നംപറമ്പിലെ കള്ളനാണെന്നും തെമ്മാടിയാണെന്നും നിങ്ങൾ ചതിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് മനസ്സിന് ഒരുപാട് വേദനിക്കും. അറിയങ്ങള്, ഞാൻ ഇവന്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് 1 രൂപ പോലും അതൊന്നും എടുത്തിട്ടില്ല. ഡീസൽ അടിക്കാനോ ചെലവിനോ ഞങ്ങൾ എടുത്തിട്ടില്ല. ഇത്രമാത്രം കൃത്യമായി ചാരിറ്റി ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ മനസ്സിന് വേദനയുണ്ട്. ആ വിഷമങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിച്ചു. മനുഷ്യനാണ്, സ്വാഭാവികമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, വന്നതും പോയതും കൊടുത്തതും ഒക്കെ ഈ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ടല്ലോ. എല്ലാം ഈ സ്റ്റേറ്റ്മെന്റിനകത്തില്ലേ? നിങ്ങളുടെ കയ്യിലെ സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? ഞാൻ ഇപ്പോഴും പറയാണ്, ഈ പേജുകളൊക്കെ നിങ്ങളൊന്ന് പുറത്തുവിടുക. ഇതിലെ 1 മുതൽ 74 പേജ് വരെയുള്ള എല്ലാ പേജും നിങ്ങൾ എഡിറ്റ് ചെയ്യാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ നിങ്ങളൊന്ന് പുറത്തു വിട്ടു കഴിഞ്ഞാല് കേട്ടില്ലേ? അതായത് ഇതുപോലുള്ള ഓരോ കുടുംബങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, ഇതിൽ നിന്ന് ഫിറോസ് കുന്നംപറമ്പിൽ കാശെടുത്തിട്ട് പോയിട്ടുണ്ട്, ഇതിൽ നിന്ന് ഫിറോസ് കുന്നംപറമ്പിൽ അടിച്ചിട്ട് പോയിട്ടുണ്ട്, ഫിറോസ് കുന്നംപറമ്പിലിനെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പറയണം അത് വേറെ ആളുകൾ എടുത്ത കാശാണെന്നും അത് ഫിറോസ് കുന്നംപറമ്പിൽ വേറെ ആളുകൾക്ക് കൊടുത്ത. എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കണത് എൻ്റെ ഹക്കീമേ? നീ നാണം ഉണ്ടോടാ നിനക്ക്? ഇന്നലെ വയനാട്ടിൽ വെച്ചിട്ട് അടി കിട്ടിയിട്ട് നീ പോയത് എങ്ങനെ? വയനാട്ടിലെ ആൾക്കാർ ചോദിച്ചു കേട്ടില്ലേ, നീ അടി കിട്ടിയിട്ട് പോയത് എങ്ങനെ? അതാണ് കേട്ടോളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന
അതല്ല. നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഞാൻ പഴയന്നൂർക്കാരാണ്. പഴയന്നൂര്. ഈ പറയുന്ന ജയിന് ഏത് നാട്ടുകാരനാ? ആര്? ഈ പറഞ്ഞ പ്രശ്നമുള്ള ഒരു മിനിറ്റ് പാലമുക്കാരൻ. ഇവരെവിടെ ഉള്ളതാ? നിനക്ക് ആ ഒരൊറ്റ അടി കിട്ടിയപ്പോൾ തന്നെ നീ വേഗം കയറി റൂമിൽ കയറി ഒളിച്ചു. പിന്നെ നിന്നെ കണ്ടിട്ടില്ല. നീ റൂമിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് പിന്നെ പോലീസ് വന്നിട്ടാണ് നീ പുറത്തിറങ്ങണത്. അപ്പോൾ നിനക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഒതുങ്ങും. ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ നീ റൂമിൻ്റെ ഉള്ളിലായി, നീ ഒളിഞ്ഞിരുന്നു. നിന്റെ കൂടെയുള്ള ഓരോ ടീമുകളടക്കം, കഞ്ചാവായാലും ശരി, എന്ത് രീതിക്കുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഇത്രയേ ഉള്ളൂ നിൻ്റെയൊക്കെ ഇത്. ഓരോ കുടുംബത്തിനെ, ആ കുടുംബം ഒന്നുമില്ലാണ്ട് കരഞ്ഞു പറഞ്ഞ സമയത്ത് ഫിറോസ് കുന്നംപറമ്പിൽ വന്ന് വീഡിയോ ചെയ്തിട്ടാണ് ആ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നത്. നന്ദിയില്ലാത്ത ആളുകളാണ് കുറേയൊക്കെ. നമ്മളൊക്കെ, ഞാനും ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്യണതാണ്. ചില ആളുകൾക്കൊന്നും ഒരു കുടുംബത്തിന് അവർക്ക് വേണ്ട ഒരു എമൗണ്ടായി ബാലൻസ് എമൗണ്ട് കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമാണ്. ഞാൻ കുറച്ച് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഇവർ പറയണമെന്ന് കേട്ടോട്ടോ, പറയാനുള്ള ആൾക്കാരെ കേട്ടോട്ടോ. സഹായിച്ച ഫിറോസ്ക്കാർക്ക് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരില്ല. നമ്മുടെ കുട്ടീനെ രക്ഷപ്പെടുത്തിയൊക്കെയാണ്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് കരഞ്ഞു പറഞ്ഞ് ഫിറോസ്ക്കാക്ക് വേണ്ടി നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ ആൾക്കാരാണ് ഇപ്പൊ തിരിഞ്ഞു കുത്തുന്നത്. എന്ത് ചെയ്തിട്ടാണ്? നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആളുകൾ കരഞ്ഞു വന്ന് ഒരാളും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു വരുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ആ വ്യക്തി വീഡിയോ ചെയ്തിട്ട് ഒരു ദൈവതുല്യനായിട്ട്, അങ്ങനെ തന്നെ പറയണം. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട്, പല ആളുകളുടെ കയ്യിലും ഫോണുണ്ട്. നിങ്ങളൊക്കെ ഒരു വീട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് ആ കുടുംബത്തിന് എത്ര രൂപ വരുന്നതെന്ന് നിങ്ങൾ നോക്ക്. അപ്പം അറിയാം നിങ്ങൾക്ക് ഫിറോസ് കുന്നംപറമ്പിൽ എന്താണ്, ഫിറോസ് കുന്നംപറമ്പിൽ ആരാണ് എന്നുള്ളത്. കാരണം ആ വ്യക്തിക്ക് പടച്ചോൻ കൊടുത്തൊരു ഇതാണ്. ഈ ജനങ്ങളുടെ ഒക്കെ ഹക്കീമെ, നിന്നെ പോലുള്ള ആളുകളല്ല, നന്മയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പിന്തുണ കാരണം കൊണ്ട് തന്നെയാണ് നിനക്ക് വീഡിയോ ചെയ്യുമ്പോൾ 5000 രൂപയും ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്യുമ്പോൾ 1 കോടിയും വരുന്നത്. ഫിറോസ് കുന്നംപറമ്പിലിന് ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള വിശ്വാസം കാരണം കൊണ്ടാണ്. അത് നീ പല രീതിക്കും ജാതി കയറ്റി, മതം കയറ്റി, രാഷ്ട്രീയം കയറ്റിയിട്ടൊന്നും ഒരാളിൽ നിന്നും അത് ഒരിക്കലും പോവില്ല. കാരണം ഫിറോസ് കുന്നംപറമ്പിൽ കാശ് തന്നിട്ടോ അല്ലെങ്കിൽ വേറെ രീതിക്ക് പറഞ്ഞിട്ടൊന്നുമല്ല ഞാനായാലും ആരായാലും ഫിറോസ് ഖാനെ ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തി ചെയ്യുന്ന നന്മ കണ്ടുകൊണ്ടാണ്. കൂടെ നടക്കുന്ന ഒരാളെയും കണ്ടുകൊണ്ടല്ല. ആ വ്യക്തി ചെയ്യുന്ന നന്മ കണ്ട് ആ നന്മയുള്ളോടത്തോളം കാലം, മരണം വരെ, ചങ്കറ്റു പോകുന്ന കാലം വരെ ആ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അതിനിപ്പോൾ നീയോ നിന്റെ കൂടെ ഇനിയിപ്പോൾ എത്ര വലിയ വമ്പന്മാരും കൊമ്പന്മാരും വന്നാലും ആ വ്യക്തിയുടെ കൂടെ തന്നെ, ഈ ലോകം മൊത്തം ആ വ്യക്തിയുടെ കൂടെയാണ്. നീ എന്താ വിചാരിച്ച്? നീ കുറേ നുണകൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കും, അല്ലെങ്കിൽ ആളുകൾ അത് ഇതാക്കി നിനക്ക് കുറേ ഫോളോവേഴ്സിന് കിട്ടും, കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടും. ഈ വലിയ ആളാവുന്ന വിചാരിക്കുന്നത് ആദ്യം നിന്റെ മനസ്സ് നന്നാക്കണം. ഫിറോസ്ക ഉയര്, അതന്നെ, ഫിറോസ്ക ജീവനാണ് എല്ലാവർക്കും. അത് മനസ്സിലായല്ലോ. വയനാട്ടിലെ ആളുകൾ തന്നെ ഇന്ന് ലൈവിലും അതേപോലെ പത്രസമ്മേളനവും എല്ലാം മാനന്തവാടിയിലുള്ള ആളുകളൊക്കെ കാരണം ആ വ്യക്തിയുടെ ഭാഗത്ത് ശരിയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും ആ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അല്ലാതെ വെറുതെ ആളെ കാണുമ്പോൾ ഫിറോസ്ക നിങ്ങൾ നമ്മുടെ ചങ്കാണ്, നിങ്ങൾ മുതലാണ്, നിങ്ങൾ നമ്മുടെ ജീവനാണെന്ന് പറയല്ല. ആ വ്യക്തിക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ നേരിട്ട് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മൊബൈൽ ഫോണ് നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് ഫോണുണ്ട്. നിങ്ങൾക്കൊക്കെ നന്മയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ഈ നാടിന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊക്കെ ലൈവിൽ വരണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ചാരിറ്റി എന്തിനാ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്? അതെ, നിങ്ങളുടെയൊക്കെ ചിന്ത അവനക്ക് നിർത്തിപ്പോയിക്കൂടെ? അതായത് ഫിറോസ്കാക്ക് നിർത്തിപ്പോണോണ്ട് ഒരു കുഴപ്പമില്ല എൻ്റെ മച്ചാനെ. നിന്റെ പേരെന്താ പറഞ്ഞ്? കല്ലു ICC. ഫിറോസ്കാക്കല്ല പ്രശ്നം, ഇതുപോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവരുടെ കണ്ണീര് കാണാണ്ട് നീയോ ഈ പറയുന്ന നീ പോയിട്ട് വീഡിയോ ചെയ്താലൊന്നും 1 രൂപ പോലും ആ കുടുംബത്തിന് കിട്ടൂല.
നിനക്ക് ഒന്നാമത് മുഖം തന്നെ ഇല്ല. മുഖം വെക്കാണ്ട് വന്ന് ഹക്കീമിൻ്റെ ഫേക്ക് ഐഡിയും അതേപോലെ പല രീതിക്കുള്ള കുറേ ഇതുണ്ടല്ലോ മൂസക്കുട്ടികൾ, ഇവരൊക്കെ വന്നിട്ട് പല രീതിക്കുള്ള കമൻറ്റ് ഇടും. അതൊന്നും കണ്ടിട്ട് നമ്മൾ കുലുങ്ങൂല. നമ്മൾ ആ വ്യക്തിയെ തന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയെ തന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹക്കീമിനോട് മെയിനായിട്ട് പറയാനുള്ളത്, ഒരു സമയത്ത് ഹക്കീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിറോസെ നിന്റെ ട്രസ്റ്റിൽ എത്ര പേരുണ്ട്, നിന്റെ ട്രസ്റ്റിൽ നിന്റെ അനിയനും അതേപോലെ നീയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഹക്കീമെ, നിന്റെ ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്ര പേരുണ്ട് റൗളെ? നീ പറയ്. നീയും വേറൊരുത്തനുമായിട്ട് നിങ്ങൾ 2 പേരല്ലാണ്ട് ഒരാളും ഇല്ല. നീ കാണിക്കുക ആ ട്രസ്റ്റിൻ്റെ എല്ലാ ഡീഡും കാര്യങ്ങളൊക്കെ കാണിക്കുക. ആകെ 2 പേരെന്നെ നിന്റെ ഇതിലുള്ളൂ. നീ വിചാരിച്ച രീതിക്കുള്ള ഉഡായിപ്പുകളൊന്നും ഈ ട്രസ്റ്റിൽ ഫിറോസ് കുന്നംപറമ്പിൽ ആളുകളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിക്ക് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിനക്കതിൽ സഹിക്കണില്ല. കാരണം നിന്റെ ട്രസ്റ്റിനൊന്നും കിട്ടൂല. വലിയ രീതിക്കുള്ള ഫണ്ടുകൾ, നീ വിചാരിച്ച രീതിക്കുള്ള ഫണ്ടുകൾ, നീ ബാങ്കിൽ പോയി പറഞ്ഞ വോയിസുകൾ നിന്റെ പേരിൽ ഒറ്റയ്ക്ക് അക്കൗണ്ട് കാര്യങ്ങളാക്കണം, അതേപോലെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൂഫും എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നീ വെറുതെ ഫിറോസിൻ്റെ മെക്കെട്ട് കയറണ്ട. ഫിറോസിൻ്റെ ലെവലേ അല്ല നീ തീട്ടാണ്. ഫിറോസിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ളൊരു യോഗ്യത പോലും ഇല്ലാത്ത നീയാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ കുറ്റം പറയുന്നത്. ഒരു ഫേസ്ബുക്കിൽ ഫോളോവേഴ്സിനെ കിട്ടാൻ ആര് എന്തും പറയാന്നാണോ നിന്റെ വിചാരം? നല്ലവരായ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം, നല്ലവരായ പ്രവാസികൾ ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നിന്നെ പോലുള്ള ഒരു 2-3 ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഫിറോസ് കുന്നംപറമ്പിലിനൊന്നും ഇതാവൂല. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പിന്തുണ ഉള്ളപ്പോൾ കുറേ കുടുംബങ്ങളുടെ നന്മ ചെയ്ത് കൊടുത്ത കുറേ കുടുംബങ്ങളുടെ പ്രാർത്ഥന ഉള്ളപ്പോൾ ഹക്കീമെ, നീയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള ഏതൊക്കെ ഊളകൾ വിചാരിച്ചു കഴിഞ്ഞാലും ഫിറോസ് കുന്നംപറമ്പിലിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ആ വ്യക്തി നാടിന് ആവശ്യമുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജയിലിൽ കടക്കാനും തയ്യാറാണ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ആ വ്യക്തി നാടിന് ആവശ്യമുണ്ട്. കേൾക്കണ്ടോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്കാണെങ്കിലും പെങ്ങൾക്കാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ അറിയാം ഫിറോസ് ഖാനെ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ ഹക്കീമിൻ്റെ ട്രസ്റ്റിൽ 19,000 രൂപ സാലറിക്ക് നിന്നിട്ടടക്കം ഇയാൾ ഫിറോസ് ഖാനെ കുറ്റം പറയുമ്പോൾ നമുക്ക് സഹിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു ഫോണിലൂടെ ഓൺലൈൻ ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കണ്ടതും ഇഷ്ടപ്പെട്ടതൊക്കെ ആ വ്യക്തിയാണ്. അത് മരണം വരെ ആ വ്യക്തിയെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. അപ്പം ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ പറയും അവൻ അങ്ങനെ കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കി, മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ആ വ്യക്തി നമ്മുടെ അടുത്ത് തന്നെ പറയും. അപ്പം നമ്മളെന്താ പറയാന്നറിയോ? നമ്മൾ ഇതുവരെ ഒന്നും മോഹിച്ചുകൊണ്ടോ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ ആ വ്യക്തിയുടെ കൂടെ നിന്നിട്ടില്ല. ആ വ്യക്തി നന്മ ചെയ്യണ കാരണം കൊണ്ട് ആ വ്യക്തിയുടെ കൂടെ നിന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ആ വ്യക്തിയെ എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടോ, എന്ന് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചു, അന്ന് മുതലാണ് ഞാനും ഹക്കീമും തമ്മിൽ പ്രശ്നം തുടങ്ങിയത്. അല്ലാതെ ഞാനൊരു പ്രശ്നത്തിനും ഞാൻ നിന്നിട്ടില്ല. പിന്നെ ഞാൻ കള്ളനായി, പെണ്ണ് കേസിലെ പ്രതിയായി, മറ്റേ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രതിയായി, അങ്ങനെ പല രീതിക്കുള്ള വിമർശനങ്ങളും കാര്യങ്ങളുമായിട്ട് നീ ഇനി ഏത് രീതിക്ക് പൊക്കോ ഹക്കീമേ, നീ ഏത് രീതിക്ക് വേണമെങ്കിൽ എന്ത് കള്ളക്കേസ് കൊടുത്തിട്ടോ എന്ത് പോലീസ് സ്റ്റേഷൻ. ഞാനിപ്പോൾ നീ ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് കമ്മീഷണറെ പോയി കണ്ടിട്ടും പല രീതിക്ക് മുന്നോട്ട് പോയിട്ടൊക്കെ നീ മുൻകൂർ ജാമ്യം 50,000 1 ലക്ഷം അതും ഇതൊക്കെ കെട്ടിയിട്ട് നീ ഇറങ്ങി. കാരണം നിന്റെ കയ്യിൽ കാശുണ്ട്. നിനക്ക് എങ്ങനെയെങ്കിലും ഫിറോസ് കുന്നംപറമ്പിലെ പോലെ ആവണം, ഫിറോസ് കുന്നംപറമ്പിലിനെ ഇല്ലാണ്ടാക്കണം, എന്നിട്ട് നീ ഇവിടെ വലിയ ആളായിട്ട് നിൽക്കണം എന്നുള്ള നിന്റെ ചിന്ത ഉണ്ടല്ലോ. അതൊക്കെ നീ ഇനി ഒരു 4 ജന്മം ജനിച്ചാൽ പോലും നിനക്കൊന്നും പറ്റൂല. ഫിറോസ് കുന്നംപറമ്പിലാവാൻ ആ വ്യക്തിക്കല്ലാണ്ട് ഈ ലോകത്ത് വേറൊരാൾക്കും പറ്റില്ല. ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന പോലെ കൂടപ്പറപ്പായിട്ടുള്ള, അതായത് രക്തബന്ധത്തെക്കാട്ടിലും കൂടുതൽ ആളുകൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിലൊരു അംഗം പോലെയാണ്. അത് കാരണം കൊണ്ട് നിന്നെ പോലുള്ള ഊളകൾ വന്നിട്ട് ആ വ്യക്തിയെ കറന്ന് ചൊറിയുമ്പോൾ പ്രതികരിക്കും. ആ ഒരു ചെറിയൊരു പ്രതികരണം മാത്രമേ നീ ഇപ്പോൾ വയനാട് കണ്ടുള്ളൂ. ഇനി കേരളത്തിലെ ഓരോ ജില്ലകളിൽ നിന്ന് നിനക്ക് കോള് വരും. ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്തു, ഞങ്ങളെ പറ്റിച്ചു, വാ ഹക്കീമേ പറഞ്ഞിട്ട് ഓടിപ്പോ. അടിച്ച് നിന്റെ മോന്ത പൊട്ടിക്കുക ആൾക്കാർ. മനസ്സിലായില്ലേ? അടി നിനക്കൊക്കെ പൊട്ടാൻ പോണുള്ളൂ. അപ്പോൾ ചിന്തിച്ച് ആളും തരം നോക്കിയിട്ട് കളിക്കുക. ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ഒന്നും 7 അയലത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും നിനക്കില്ല ഹക്കീമേ കേട്ടോ. നീ കാശും കാര്യങ്ങളൊക്കെ കള്ളപ്പണവും മറ്റേ രീതിക്കും ബ്ലാക്കും വൈറ്റും അങ്ങനെയൊക്കെ പല രീതിക്കൊക്കെ നീ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും ഹക്കീമേ നിനക്കില്ല. അതിൽ പിന്നെ നീ ഫിറോസെ നീ എന്നെ വെല്ലുവിളിക്കണം, നീ ഒന്ന് വെല്ലുവിളിക്ക് കാണട്ടെ എന്നൊക്കെ പറഞ്ഞല്ലോ.
ഹക്കീമെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, നീ ഒന്ന് കാണിക്ക്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒന്ന്, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 20, 25, 30 ലക്ഷം രൂപയുടെ അടുത്ത് മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ വരുന്നുണ്ട്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുക ഹക്കീമെ, നിന്റെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഇതുപോലുള്ള ഓരോ കുടുംബത്തിന് വേണ്ടി നീ വീഡിയോ ചെയ്യ്. എന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 25, 30 ലക്ഷം രൂപ നീ വരുത്തി കാണിക്കറ ഹക്കീമെ. എന്നിട്ട് നീ വെല്ലുവിളിക്ക്. നീ ആദ്യം എന്നെ വെല്ലുവിളിക്കറ, എൻ്റെ വെല്ലുവിളി സ്വീകരിക്കും. എന്നിട്ട് നീ ഫിറോസ് ഖാനെ വെല്ലുവിളിക്ക്. ഫിറോസ് ഖാനൊക്കെ വെല്ലുവിളിക്കാൻ നീ ആയിട്ടുണ്ടാവൂളെ. നീ ആദ്യം എൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് നിനക്ക് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നീ വീഡിയോ ചെയ്തിട്ട് ഒരു 20, 25 ലക്ഷം രൂപ വരുത്തി അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ജനങ്ങളുടെ മുമ്പിൽ 100, 200, 500, 1000 ഒക്കെ ആയിട്ട് നല്ലവരായ പ്രവാസികൾ രാവും പകലും ഇല്ലാണ്ട് പണിയെടുത്തിട്ട് ഫിറോസ് ഖ ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനം ചെയ്യുന്ന ഓരോ ആളുകൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പോലെ നീ ചെയ്ത് കാണിക്കണ ഹക്കീമെ. എന്നിട്ട് നീ വെല്ലുവിളിക്ക് ഫിറോസ് ഖാനെ കേട്ടോ. നീ ആദ്യം എൻ്റെ വെല്ലുവിളി, ഇതാ ഒരൊറ്റ വെല്ലുവിളി മാത്രമേ ഞാൻ ഇപ്പം നിന്റെ അടുത്ത് പറയുള്ളൂ. നീ ഈ വെല്ലുവിളി ഒന്ന് സ്വീകരിക്കും. നീ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്തും 25 അല്ല, നീ വലിയ പിടിപാട് നമുക്ക് ആകെ 15,000 പേര് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് എൻ്റെ. ഈ നല്ലവരായ ആളുകളുടെ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്ന നന്മകൾ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് മാത്രമേ നമുക്കുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് നിനക്ക് കുറേ പിടിപാടുള്ളതല്ലേ, ലോകം കണ്ടിട്ടുള്ള വലിയ സംഭവമല്ല നീ. ഓടി കാറ്, വലിയ സെറ്റപ്പ്, എല്ലാ ലാംഗ്വേജും അറിയാം, അങ്ങനെയുള്ള ഒരു ഹുങ്ക് നിനക്കുണ്ടല്ലോ. നീ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കുക. നീ ഒരെണ്ണത്തിനുണ്ടായതാണെങ്കിൽ ഹക്കീമെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 25, 30 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നീ വീഡിയോ ചെയ്തിട്ട് നീ വരുത്തി കാണിച്ചിട്ട് നീ ഫിറോസ് ഖാനെ വെല്ലുവിളിക്ക്. ആദ്യം എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റിയ നീ ആണാണെങ്കിൽ നീ സ്വീകരിക്കുക. എല്ലാ മൂസക്കുട്ടികളും ഇത് ഹക്കീമിൻ്റെ അടുത്തേക്ക് എത്തിച്ചോ. ഹക്കീമിൻ്റെ എന്താ പറയുക, കാശ് തന്ന് നക്കി തിന്ന് നടക്കുന്ന ആൾക്കാരൊക്കെ ഹക്കീമിൻ്റെ കയ്യിൽ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തോ. ഒരു കുഴപ്പമില്ല. വെല്ലുവിളിക്കന്നെ ഹക്കീമിനെ. നീ വീഡിയോ ചെയ്തിട്ട് നീ വരുത്തി കാണിക്കറാ ഊളെ. എന്നിട്ട് നീ സംസാരിക്കുക. നീ ഫിറോസ് ഖാൻ്റെ മെക്കെട്ടും പല രീതിക്ക് നീ നടക്ക്. അതിനുള്ളതൊന്നും നീ ആയിട്ടില്ല. അതിനുള്ളത് നീ എന്നല്ല, നിന്റെ കൂടെയുള്ള ഒരാളും ആയിട്ടില്ല ഫിറോസ് ഖാനെ വെല്ലുവിളിക്കാനും ഫിറോസ് ഖാൻ ഇതാക്കാനൊക്കെ. ആ വ്യക്തി നോക്കിയിട്ടുണ്ടോ നീ? ഇതൊക്കെ പറയുമ്പോൾ ഇതാ നേരത്തെ വീഡിയോയിൽ വരെ അത് പറയുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞ പോലെ ആൾ പറഞ്ഞത്. കാരണം നന്മ ചെയ്തിട്ട് ഇത്രയും രീതിക്കുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു അവസ്ഥ അത് വരുമ്പോഴാണ് നിനക്ക് പഠിക്കുള്ളൂ. ഫിറോസ് കൊട്ടേഷൻ, അതെ, ഇന്നലെ ഹക്കീം ലൈവിനിടയിൽ ഫിറോസ് ഫോം വിളിച്ച് കൊട്ടേഷൻ കൊടുത്തു. ഫിറോസ് ഒന്നും ഫോം വിളിക്കേണ്ട ആവശ്യമില്ല ഹക്കീമെ. ഫിറോസിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നീ വിളിക്കുമ്പോൾ ഫിറോസ് വരാൻ പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത നിന്നെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ അവളെ? സ്വന്തം എന്താ പറയാ, സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടാത്ത സ്വന്തം കുടുംബക്കാർ വരെ എൻ്റെ കൂടെ ലൈവിൽ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. നിന്റെ അളിയനും അതേപോലെ പല ആളുകളും നീ വരുമ്പോൾ കണ്ടോ. പിന്നെ നീ പറഞ്ഞല്ലോ ഇതുപോലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് എന്താണ് അവരുടെ കാര്യങ്ങൾ കഴിയണേക്കാളും മുമ്പ് നിങ്ങൾ കൈയെടുക്കണേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. നീ ചെയ്ത ഓരോ കുടുംബങ്ങളുടെ കാര്യങ്ങളായിട്ട് ഞാൻ രംഗത്ത് വരും ഹക്കീമേ. നീ നിർത്തിക്കോ. ഫിറോസിന്റെ മെക്കെട്ട് കയറുന്നത്, നമ്മുടെ മെക്കെട്ട് കയറുന്ന ആ പരിപാടിയൊക്കെ നീ നിർത്തിക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. എല്ലാത്തിൻ്റെയും വോയിസ് ക്ലിപ്പായിട്ട് നിന്റെ മുമ്പിൽ നമ്മൾ വരും. എല്ലാ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വരും. നീ നാണം കെട്ട് കണ്ടം വഴി നീ ഓടേണ്ടി വരും കേട്ടോ. അടിച്ചോടിക്കും നിന്റെ നാട്ടുകാർ. കാരണം നീ കാരണം കൊണ്ട് എൻ്റെ നാടിന് തന്നെ അപമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നീ ഒരു വിമർശനം അല്ലാണ്ട് നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് വന്നിട്ടുണ്ടാ? എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ നീ ഫിറോസിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ചെയ്യുന്ന ഓരോ ആളുകളെയും വിമർശിക്കാനല്ലാണ്ട് നീ ഒരു നന്മ ചെയ്തിട്ട് ഒരാളെ നല്ലത് പറഞ്ഞിട്ട് നീ വന്നിട്ടുണ്ടോ ഹക്കീമേ? ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്കെതിരെ അല്ലാണ്ട് ഞാൻ ആർക്കെങ്കിലും എതിരെ വന്നിട്ട് എന്തെങ്കിലും ഒരു മോശം, എൻ്റെ നാടിനൊരു മോശമുള്ള രീതിക്ക് ഞാൻ നിന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല. നീ കാരണം കൊണ്ടാണ് ഹക്കീം ഇതൊക്കെ പറയേണ്ടി വന്ന്. നീ ഒന്നില്ലെങ്കിൽ നീ കൊല്ലം കൊല്ലത്തുള്ളവനാ. നീ പഴയന്നൂർ വന്നിട്ട് വെറുതെ ഹക്കീം പഴയന്നൂർ എന്ന് വലിയ രീതിക്ക് പറയണ്ട. ഞങ്ങളുടെ നാടിനൊരിതുണ്ട്, മനസ്സിലായില്ലേ? നീ ഓരോ രീതിക്കുള്ള വിമർശനങ്ങളും കാര്യങ്ങളും മാത്രം പറയാൻ വേണ്ടിയിട്ട് നിന്നെ പോലെ ഒരുത്തൻ ഈ നാടിനൊന്നും ആവശ്യമില്ല.
നിന്റെ കാശ് കൊടുത്ത് നിന്റെ കൂലിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് നീ വലിയ സംഭവമായിരിക്കും. നീ കാശ് കൊടുത്ത് പല ആൾക്കാരെ കൊണ്ട് പല രീതിക്കും പറയും, നമ്മൾ തെറ്റുകാരനാണ്, നമ്മൾ പെണ്ണുകേസിൽ പ്രതിയാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തോ ആയിക്കോട്ടെ ഹക്കീമേ, എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ. ഇതൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ ജീവിച്ചപ്പോൾ, ഞാൻ ഫിറോസിനെ ഇഷ്ടപ്പെട്ടപ്പോൾ, നമ്മൾ ഈ നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിനെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കിയവനാണ് നീ. അപ്പം നിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ നിന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ബാംഗ്ലൂരുണ്ട്, നിന്റെ കമ്പനി നടത്തിയിട്ടുള്ള പല ആളുകളും, നിന്റെ കൂടെ പാർട്ട്ണറായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, എല്ലാ ആളുകളും രംഗത്ത് വരും. എല്ലാ ആളുകളും രംഗത്ത് വരും. നിന്നോട് ഞാൻ ഇപ്പോഴും പറയണു, നീ വിചാരിച്ചിട്ടുണ്ടാവും ഫിറോസേ ഞാൻ നിന്റെ പിറകിലാണ്, ഷജീറെ ഞാൻ നിന്റെ പിറകിലാണെന്ന് പറഞ്ഞുതരാം. നീ ഞങ്ങളുടെ പിറകിലല്ല ഹക്കീമേ, നീ ചെയ്ത ഉടായിപ്പുകളുടെ പിറകിലാണ് കുറെ ആളുകൾ കേട്ടോ. നീ ഞങ്ങളുടെ പിറകിലൊന്നും നീ ആവാറായിട്ടില്ല. അതിനൊക്കെ നീ ഇനി വേറെ ജനിക്കണം. നീ ഫിറോസ് ഖാനെ ഇല്ലാണ്ടാക്കും, ഫിറോസ് ഖാനെ കുറ്റം പറയും. നീ പറഞ്ഞ സംഭവങ്ങളൊന്നും ഏൽക്കാണ്ടായപ്പോൾ നിനക്ക് എന്തും പറയാം എന്നുള്ള രീതിയാണ്. ബേസിൽ ബാസിദ്, കടം മേടിച്ചപ്പോൾ ഇതൊന്നും അറിയില്ലേ നിനക്ക്? ഊളെ കടം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും. ഒരിക്കലും ഹക്കീം വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹക്കീമിനെ പോലെ ഹവാല ഇതും അതേപോലെ കള്ളപ്പണം വെച്ചിട്ടോ അല്ലെങ്കിൽ ഓടി കാറോ കാര്യത്തിലൊന്നല്ല നമ്മൾ നടക്കണേ. ഹക്കീം വരുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കാശെടുത്ത് വെച്ചിട്ടല്ല ഞാൻ നടക്കണേ, മനസ്സിലായില്ലേ? അതുള്ളപ്പോൾ കൊടുക്കും. ഇനി അല്ല അവന് മേടിക്കാൻ പറ്റുമെങ്കിൽ ഒരെണ്ണത്തിന് ഉണ്ടായതാണെങ്കിൽ നീ മേടിക്കുക ഹക്കീമേ, ഞാൻ ഒന്ന് കാണട്ടെ കേട്ടോ. അതിന് പറ്റിയ ആൾക്കാർ നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ നീ കൂലി കൊടുത്ത് ഇറക്ക്. നീ ഇപ്പം ഇറക്കി പല ആൾക്കാരെയും നമുക്കെതിരെ നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മളും നിർത്തിയിട്ടുണ്ട്. അത് നീ കാണാൻ പോണുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എൻ്റെ കുടുംബത്തിൽ കയറി ഇതുവരെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന നന്മ കണ്ടിട്ട് കുരു പൊട്ടിയിട്ടാണ് നീ എനിക്കെതിരെ വന്ന്. അപ്പം നമ്മൾ നിനക്കെതിരെ തന്നെ മരണം വരെ, എൻ്റെ ചങ്കറ്റു പോകുന്ന കാലം വരെയും നമ്മൾ നിനക്കെതിരെ തന്നെ നിൽക്കും. അതിൽ മാറ്റമൊന്നുമില്ല. നിന്നെ പോലുള്ള ഒരാൾ നാടിനും കുടുംബത്തിന് പോലും വേണ്ടാത്ത നിന്നെ പോലുള്ള ആൾക്കാർ ഈ നാടിന് എന്തിനാടാക്കിയമേ നാണക്കേടായിട്ട്? നീ ഒന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് നീ ജീവിക്കുക. ആൾക്കാർ ഫിറോസ് ഖാനെ കാണുമ്പോൾ ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി ഓടി വരികയാണ് ഓരോ ആളുകൾ. 10 മണിക്ക് ഒരു ഉദ്ഘാടനം, ഞാൻ ആ വ്യക്തിയുടെ കൂടെ പോയിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ പറയാം, 10 മണിക്കുള്ള ഉദ്ഘാടനം കഴിഞ്ഞ് 11 മണിക്ക് വേറൊരു ഭാഗത്ത് ഉദ്ഘാടനം ഉണ്ടെങ്കിൽ 10:30 ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും ആളുകൾ, അതായത് എന്താ പറയുക, അത്രയും ആളുകൾ വന്ന് സെൽഫി എടുക്കാൻ വേണ്ടി നിന്ന്. ഏകദേശം നീ ആലോചിച്ച് നോക്കുക, അങ്ങനെ പൊതിയാണ് ആ മനുഷ്യനെ. നിന്നെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ച് ഓടുകയാണ്. അയ്യോ അത് സൈക്കോ ആണ്. അതിൻ്റെ കൂടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക്. ആ ലെവലിൽ നിന്നെ കാണുമ്പോൾ ആൾക്കാർ ഒളിക്കുക. നീ കാശ് കൊടുത്ത് നിന്റെ പണിക്കാരും നിന്റെ കൂലിക്ക് നിൽക്കുന്ന ആൾക്കാരും നീ കാശ് കൊടുത്തുണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ഈ നാട്ടിലും ഉണ്ട്. കാരണം നിന്റെ പോലെ കാശ് കൊടുത്ത ആൾക്കാരെ നിർത്തേണ്ട ആവശ്യം എനിക്കില്ല ഹക്കീമേ. കാരണം ഞാനത് പഠിച്ചിട്ടില്ല. ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നീ കാണും. നീ വിചാരിക്കണ്ടാവും അവന് ആരും ഇല്ല, അങ്ങനെ ഇങ്ങനെ വാപ്പി ആങ്ങളമാരൊന്നും ഇല്ല, അത് കാരണം കൊണ്ട് എന്തും പറയാം എന്തും ചെയ്യാന്നൊക്കെ. അപ്പം നിനക്കൊക്കെ പടച്ചോനുണ്ട് ഹക്കീമേ. നിനക്ക് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കൂടെ പടച്ചോനുണ്ട്, നല്ലവരായ കുറേ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ മതി. നമ്മളൊന്നും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഹക്കീം ഇപ്പം അഹങ്കരിക്കുന്നുണ്ടാവും. ഹക്കീമിനൊരു കട ഉണ്ട്. കട ഇപ്പം വേറെ ആർക്കൊക്കെ നടത്താൻ കൊടുത്തിരിക്കുകയെന്നാണ് അറിഞ്ഞത്. ആദ്യം വേറൊരു ടീമിന്, മായനൂരോ കൊണ്ടാടിയുള്ള ടീമിന് കൊടുത്തു. അവർ കച്ചവടം അത്ര അടിപൊളിയായ കാരണം കൊണ്ട് അവർ ഒഴിഞ്ഞു. ഇപ്പോൾ വേറെ ടീമിനാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞ്. സത്യം നമ്മൾ എന്തോ ആയിക്കോട്ടെ, കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനി എന്താ പറയുള്ളത്, ഞാനൊന്ന് എഴുതി വെച്ചിരിക്കുക. വെറുതെ വന്നിട്ട് കുറേ കാര്യങ്ങൾ വെറുതെ പറയണ്ടല്ലോ. കുറേ കാര്യങ്ങൾ പറയണ്ട, അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. മെയിനായിട്ട് നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ്. അതായത് ഫോളോവേഴ്സ് കൂട്ടാനുള്ള കുറേ നാടകങ്ങളാണ് ഹക്കീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വക ഉടായ്പ പരിപാടികളൊക്കെ നിർത്തുക. ഹക്കീം എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള മുഖം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗ്ലിസറിൻ പുരട്ടിയും അതേപോലെ ഉള്ളി തേച്ചും ആളുകളെ കരയിപ്പിച്ച് വീഡിയോ ചെയ്ത് കരഞ്ഞാലേ ഫണ്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ട്രസ്റ്റിലുള്ളപ്പോൾ തന്നെ ആൾ പറഞ്ഞിട്ടുള്ളതാണ്. ആളുടെ ഈ വക പരിപാടികളൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ആ ട്രസ്റ്റിൽ നിന്ന് പോവാനും കാരണം. ഇനി ആളുടെ കൂടെയുള്ള ആൾക്കാരെയും പല ആൾക്കാരൊക്കെ രംഗത്ത് വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവരാരും പറഞ്ഞിട്ടില്ല. ഈ വ്യക്തി പക്ക ഫ്രോഡാണ്. ഇയാൾക്ക് വലിയ രീതിക്കുള്ള ഫണ്ടുകൾ ഇയാളുടെ ട്രസ്റ്റ് ത്രൂ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ഫോം, നമുക്ക് കൂടുതലായിട്ട് അറിയില്ല, ബാങ്കിൽ നിന്ന് എന്തോ ഒരു ഫോം കിട്ടും. ഒരു ട്രസ്റ്റ് തുടങ്ങി ഇത്ര മാസം ഇത്ര ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികളിൽ നിന്ന്
ചാരിറ്റിയുടേതായിട്ട് ട്രസ്റ്റികൾക്ക് മാത്രമാണ് അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള രീതിക്കുള്ള ഫണ്ടൊക്കെ മേടിച്ച് എന്തൊക്കെ ഉഡായിപ്പാണ് ഇയാൾ പ്ലാൻ ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞപ്പോൾ, അതായത് ട്രസ്റ്റിലുള്ള കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം എന്നോട് പേഴ്സണലായിട്ട് കാരണം വേറൊരാൾ പോലും ട്രസ്റ്റിൽ ഞാൻ സോഷ്യൽ മീഡിയ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാങ്കിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ഈ ചങ്ങാതി. അതേപോലെ വേറൊരു വ്യക്തിയാണ് ഇതിൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ളത്, പിന്നെ ഇയാളും. അത് കാരണം കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ട്രസ്റ്റിൽ ആർക്കും അറിയില്ല. അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇയാൾ പറയുന്നതാണ് സത്യമെന്നാണ്. ഞാൻ പറയുന്നത് 100% പടച്ചോനെ സാക്ഷി നിർത്തി, പടച്ച തമ്പുരാനാണ്. അതിനേക്കാളും വലുതായിട്ട് നമുക്കൊന്നുമില്ല. അതായത് ഞാൻ പറയുന്നത് 100% സത്യമായ കാര്യമാണ്. ഇയാൾ അത്രയും പക്ക ഫ്രോഡാണ് ഇയാൾ പല രീതിക്കും. ഇപ്പോൾ വടക്കാഞ്ചേരി ഇയാൾക്ക് ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ആ ടീമുകളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. അവരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ തെറികൾക്കൊന്നും കണക്കില്ല. അഡ്വാൻസ് മേടിച്ച് വേറെ രീതിക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ആളുകളും രംഗത്ത് വരാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ അധികം കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോണില്ല. ഹക്കീമേ, നീ നിന്റെ കാര്യം നോക്കി പൊക്കോ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ ഫിറോസ് ഖാൻ്റെ മെക്കെട്ടും ഫിറോസ് ഫ്രോഡാന്ന് പറഞ്ഞ് യഥാർത്ഥ ഫ്രോഡ് നീയല്ലടാ ഊളെ. ഓരോ കുടുംബത്തിനെ വഴിയാധാരാക്കിയിട്ട് നിനക്ക് എന്താണ് ഹക്കീമെ കിട്ടാൻ പോണ്? ഓരോ കുടുംബത്തിനെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഇതാണ് നിനക്ക് കിട്ടാൻ പോണ്? പാവപ്പെട്ട ആളുകളെ നടു റോട്ടിൽ ഇറക്കി നിർത്തിയിട്ട് നീ അത് തരാം ഇത് തരാന്നൊക്കെ പറഞ്ഞ് ആ നൂറുക്ക അവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കുടുംബത്തിനെ നീ ഒന്നും അല്ലാണ്ടാക്കി ഇറങ്ങിപ്പോയതല്ലടാ നിങ്ങളൊക്കെ വന്നിട്ട്. ഇങ്ങനെ എത്ര കുടുംബത്തിന് നിങ്ങൾ ഇനി വഴിയാധാരാക്കും? ഇതൊക്കെ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി നീ ഒഴുക്കിക്കളയും? അതൊന്ന് പറഞ്ഞാക്കിയമേ. സഹിക്കണതിനൊക്കെ ആൾക്കാർക്ക് ഒരു പരിധിയുണ്ട്. ഫിറോസ് കെ ആണെങ്കിലും കേട്ട് നിൽക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ മച്ചാനെ? കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നീ പറയണതൊക്കെ കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നീ പറഞ്ഞല്ലോ ഞാൻ വലിയ ബുദ്ധിമാനാണ്, വലിയ പഠിപ്പും കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ സാധാരണക്കാരനാക്കിയമേ. ഞാൻ 10ാം ക്ലാസ്സാണ്. ഫിറോസ്ക്കും 10ാം ക്ലാസ്സാണ്. നമുക്കൊന്നും അത്ര വലിയ അന്നെ പോലുള്ള വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ നന്മ, ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ജനങ്ങളുടെ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാണ്ട് ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ അവിടെയുള്ള മഹല്ല് കമ്മിറ്റി, അവിടെയുള്ള വാർഡ് മെമ്പർ, അങ്ങനെയുള്ള രീതിക്കൊക്കെ തന്നെ നമ്മളും ചെയ്തിട്ടുള്ളൂ. എന്ത് കാര്യങ്ങളാണെങ്കിലും നീ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ വരെ നിങ്ങൾ കുറച്ച് പേര് സെറ്റായിട്ട് അത് ആര് ചെയ്ത വീഡിയോ ആണ്, ഇത് ചെയ്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള കോളുകളും പല രീതിക്കൊക്കെ നീ കളിക്കുന്നുണ്ട്. എന്ത് രീതിക്ക് കളിച്ചാലും കുഴപ്പമില്ല ഹക്കീമേ. നീ നിന്റെ കാര്യം നോക്കി ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പോയി ചെയ്തോ. നീ വെറുതെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ മെക്കെട്ട് കയറണ്ട. കേരളത്തിലെ പല ഭാഗത്ത് നിന്ന് അടി പൊട്ടി നീ എങ്ങനെ ഓടുന്നു നിനക്ക് തന്നെ അറിയില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ആളുകൾ നീ എന്തോ പറഞ്ഞോട്ടെ, പൊട്ടനല്ലേ, അതിന് ബുദ്ധി ഇല്ല എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ നീ അത് വിചാരിച്ചിട്ട് നീ കുറച്ച് എന്താ പറയുക അതിബുദ്ധി കാണിക്കണ്ടോ എന്നൊരു സംശയം. അത് കാരണം കൊണ്ട് നിനക്ക് ഇനി അടി പൊട്ടും. അതിലൊരു ഇതുമില്ല. ഇന്നലെ ഞാൻ ലൈവിൽ എൻ്റെ ഫോണിൽ കണ്ടാണ് നല്ല പെടയാണ് എൻ്റെ ചെറിയമ കിട്ടിയത്. നീ ആ ലൈവിൽ പറയുന്നുണ്ട് എനിക്ക് അടി കിട്ടി, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അത് കാണിക്കണമൊന്നുമില്ല. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ പരമാവധി എല്ലാ ആളുകളും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഫിറോസ് കുന്നംപറമ്പിലല്ല ആളുകളെ കരയിപ്പിച്ചിട്ടും കരയണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണത്. ആ ഗ്ലിസറിനും ഉള്ളിയും ഒക്കെ കണ്ണിൽ കൊണ്ട് കുത്തിത്തിരുകിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞത് വയനാടിലുള്ള കുടുംബം തന്നെ നമ്മുടെ ഒക്കെ മുമ്പിൽ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഹക്കീമേ, നീ അപ്പോൾ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അപ്പം ഞാൻ പറഞ്ഞൊരു വെല്ലുവിളി, നീ ഒരെണ്ണത്തിന് ഉണ്ടായതാണെങ്കിൽ നീ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 25-30 ലക്ഷം രൂപ നിന്റെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നീ പറഞ്ഞു ഞാൻ ജീവനുള്ള കാലം വരയ്ക്കും ഫിറോസെ, നിന്നെ പോലെ ആളുകളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഞാൻ പിരിക്കൂല, ഞാൻ എൻ്റെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടേ പിരിക്കുള്ളൂ. ഹക്കീമിന് ഒരു വാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഹക്കീമിന് ഒരു വാക്കാണോ പല വാക്കാണോ എന്നുള്ളത് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ വീഡിയോ നിന്റെ കണ്ടു വെക്കണ ആൾക്കാരുടെ കിളി പോയിട്ട് നിൽക്കുകയാണ്. നീ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാ, നീ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞതല്ല അത് കഴിഞ്ഞാൽ പറയാം. അത് എല്ലാവരേക്കാളും കൂടുതൽ മനസ്സിലായ കാരണം കൊണ്ടാണ് നിന്റെ ട്രസ്റ്റിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. നീ പക്ക സൈക്കോണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോന്റെ അങ്ങേയറ്റാ. എന്താ പറയാ, അയ്യോ. നിന്റെ ജ്യേഷ്ഠത അന്നേലും ലൈവിൽ വന്നിട്ടുണ്ട്, ഞാനതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഹാജുദ്ദീൻ അതാണ് ആളുടെ പ്രൊഫൈലിന്റെ നെയിം. എല്ലാവരും കയറി നോക്കുക. അല്ലാണ്ട് നമ്മൾ ഇതാക്കിയാലോ, ഞാൻ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത ആൾക്കാർ കാണണല്ലോ. നമ്മളൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ ഷജീർ അയാളുടെ ട്രസ്റ്റിൽ നിന്ന് ഇറങ്ങിയ കാരണം കൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്. സ്വന്തം ജ്യേഷ്ഠൻ വന്നിട്ട് സ്വന്തം അനിയനെ കുറിച്ചിട്ട് പറയുമോ? ഏതെങ്കിലും കുടുംബത്തിൽ പറയുമോ? അത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനിയും പല ആളുകൾ ആളുടെ കുടുംബത്തിൽ തന്നെ
റെഡി ആയിട്ട് നിൽക്കുകയാണ് വരാൻ. അളിയനും അതായത് ഭാര്യയുടെ കുടുംബക്കാരും ഒക്കെ കുറേ ആൾക്കാരും റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ പല കുടുംബത്തിലും കയറി കളിക്കണ പോലെ ആവില്ല ഹക്കീമേ, നിന്റെ കുടുംബത്ത് കയറി ഞാൻ കളിക്കും കേട്ടോ. നീ ഒരെണ്ണത്തിനെ കൂട്ടി നിന്നിട്ടും കാര്യമില്ല, അതിൻ്റെ അപ്പുറം നമ്മൾ നിൽക്കും. അപ്പം നീ ഒതുങ്ങിക്കോ, നീ നിന്റെ കാര്യം നോക്കി, നിന്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നീ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് നീ മുന്നോട്ട് പോക്കോ. വെറുതെ നമ്മുടെ മെക്കട്ടിക്ക് വരണ്ട. നിന്റെ മടിയിൽ കനമുണ്ട്, നമ്മുടെ മടിയിൽ കനമില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ഒരാളി നോക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചോ, നല്ല രീതിക്ക് മുന്നോട്ട് പോക്കോ. കേരളത്തിലെ പല ഭാഗത്തുനിന്ന് ഇനി നിന്നെ കണ്ടാൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ അടിക്കും. അപ്പോൾ നീ ശ്രദ്ധിച്ചും കണ്ടു. ഇനിയിപ്പോൾ അത് ഫിറോസ് കുന്നംപറമ്പിൽ കാരണം കൊണ്ടാണ്, ഫിറോസിൻ്റെ ആൾക്കാരാണെന്നൊന്നും ഈ പറയണ്ട. നിന്നെ അത്രയും വെറുത്തു പോയി ജനങ്ങൾക്കൊക്കെ. അത് കാരണം കൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ അടി കിട്ടുമ്പോൾ വെറുതെ ആ പാവത്തിൻ്റെ തലയ്ക്കോ നമ്മുടെ തലയ്ക്കൊന്നും ഇടണ്ട. ഞങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ, അതായത് എൻ്റെ കുടുംബം, എൻ്റെ കൂടപ്പറപ്പുകൾ, പല കുടുംബങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അനക്ക് കുടുംബമില്ല, ഒന്നുമില്ല, അനക്ക് ഫിറോസിനെ ഇല്ലാണ്ടാക്കണം, നമ്മളെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളാണ്. അത് എൻ്റെ വെട്ടുകിളികൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടാ. അവർക്കൊക്കെ കുരു പൊട്ടും. അപ്പോൾ കുരു പൊട്ടിയാലും കുഴപ്പമില്ല. ഇനി നീ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ പല വോയിസ് ക്ലിപ്പുകൾ നിന്റെ UP, ഹൈദരാബാദ്, ആന്ധ്ര വീഡിയോ, അക്കൗണ്ട് നമ്പർ വേറെ, അതൊക്കെ രംഗത്ത് വരും. അതോടെ കഴിയും നിന്റെ പരിപാടിയൊക്കെ കേട്ടോ. അതേപോലെ നിന്റെ ബാംഗ്ലൂരത്തെ, നീ പറഞ്ഞല്ലോ ബാംഗ്ലൂർ നിനക്ക് 100 സ്റ്റാഫാണ് ഉള്ളത്, നിനക്ക് അവിടെ വലിയ സംഭവമാണെന്നൊക്കെ. ഒന്ന് പറ്റിങ്ങി നീ അവിടെ പോയിട്ടൊന്ന് ലൈവ് ഇട്ടൊന്ന് കാണിക്കും നീ ആണാണെങ്കിൽ കേട്ടോ. 100 സ്റ്റാഫിനും വെച്ച് വിയോണ്ട ഒരു ഓഫീസ് അവിടെ ബാംഗ്ലൂർ നീ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുക ലൈവിൽ. നീ ആണാണെങ്കിൽ വെല്ലുവിളിയൊക്കെ സ്വീകരിക്കുക ഹക്കീമേ കേട്ടോ. നിന്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ വെല്ലുവിളി, അതെല്ലാവരും മനസ്സിലാക്കിക്കോ. ഒരൊറ്റ വെല്ലുവിളി ഞാൻ ഹക്കീമിനെ വെല്ലുവിളിക്കുകയാണ്. പറ്റുമെങ്കിൽ നീ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ട് നീ 25-30 ലക്ഷം രൂപ നിന്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് നീ ചെയ്ത് കാണിക്കറ ഹക്കീമേ. എന്നിട്ട് നീ സംസാരിക്കുക. ഒരെണ്ണത്തിന് ഉണ്ടായതാണെങ്കിൽ ഷജീർ നിന്നെ ആദ്യത്തെ വെല്ലുവിളി അത് നീ സ്വീകരിക്കുക. നീ ഫിറോസിനൊന്ന് വെല്ലുവിളിക്കാൻ നീ 4 ജന്മം ജനിക്കണം, മനസ്സിലായില്ലേ? നീ എൻ്റെ വെല്ലുവിളി ആദ്യം സ്വീകരിക്കുക. നീ ആളാണെങ്കിൽ നിന്റെ കൂടെ ഇപ്പോൾ കുറേ ഊളകളുണ്ടല്ലോ, അവരൊക്കെ കൂട്ടിക്കോ. നിങ്ങളൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ നിന്നോ. എന്നിട്ട് ഒരു ലൈവ് ചെയ്ത് വരുത്തി കാണിക്കറ ഊളെ. എന്നിട്ട് നീ ഫിറോസിൻ്റെ മെക്കെട്ട് കയറ്, എന്നിട്ട് നീ എൻ്റെ മെക്കെട്ട് കയറ്, മനസ്സിലായില്ലേ? അപ്പോൾ ഫിറോസിന് വേണ്ടിയിട്ട് എന്ത് രീതിക്കും നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ആ വ്യക്തി ചെയ്യുന്ന നന്മയാണ്. നന്മ ചെയ്യുന്നിടത്തോളം കാലം ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഹക്കീമിനോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയ കാരണം കൊണ്ട് മാത്രമാണ് ലൈവിൽ വന്നത്. ഹക്കീമെ, അപ്പോൾ വെല്ലുവിളിയൊക്കെ ഈ സ്വീകരിക്കുക. ഈ ആണാണെങ്കിൽ ഒരെണ്ണത്തിന് ഉണ്ടായതാണെങ്കിൽ, ചാന്തുപൊട്ടാണെങ്കിൽ ഈ അങ്ങനെ എഴുതി തള്ളിക്കുക, കുഴപ്പമില്ല. ഹക്കീമിൻ്റെ കൂലിപ്പടകൾ, കൂലി എഴുത്തുകാർ എല്ലാവരും ഹക്കീമിനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. ഷജീർ ഒരു വെല്ലുവിളിച്ചിട്ടുണ്ട് ഹക്കീമിനെ. പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കുക, ഒരാഴ്ചക്കുള്ളിൽ വരുത്തി കാണിക്കുക, ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് എന്നൊന്ന് പറയും കേട്ടോ. എന്നിട്ട് ഫിറോസിനൊക്കെ വെല്ലുവിളിക്കാൻ വരാൻ പറയും. അതെ ഫൈസൽക്ക് ഹക്കീം വെല്ലുവിളി സ്വീകരിക്കുക ഹക്കീമേ, ആണാണെങ്കിൽ കേട്ടോ. എന്നിട്ട് നീ ഫിറോസിനെ വെല്ലുവിളിക്കടാ ഊളെ. വേറെന്താ, കൂടുതലായിട്ടൊന്നും പറയണില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അത് കാരണം കൊണ്ട് വന്നതാണ്. കുറേ കമൻറ്റുകളൊന്നും വായിക്കാനുള്ളൊരു ഇതിലല്ല. കാരണം ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴേ ഒരു മനുഷ്യനെ പറയണേനും ചെയ്യണേനുള്ളൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് കേട്ട് നിൽക്കണേനൊരു ഇത് വേണ്ടേ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അല്ല സൂപ്പർ ഫിറോസ് കുന്നംപറമ്പിൽ സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും 4K വ്യൂസാണ്. എന്തായാലും ഇത്രയും ആളുകൾ 4000 പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഷാഫിക്ക, പിന്നെ നമ്മുടെ എന്താ പറയുക, ഷാഫിക്കയും അതേപോലെ നമ്മുടെ പെരുമണ്ണയത്തെ ആളുകളൊക്കെ കോഴിക്കോടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത്ര ആ നാട്ടിലൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ചോദിക്കാൻ പറഞ്ഞ ഇതൊക്കെ എവിടെ ഉള്ളതാണ്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ നാട്ടുകാർക്ക് വരെ വലിയ ഇതൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ എന്താ പറയുക കുറ്റം പറയാനും, ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാന്നും ഷജീർ കള്ളനാന്നും ഫ്രോഡാണെന്നൊക്കെ പറയാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പണികളായിട്ട് പോവുക, ഫിറോസ് കുന്നംപറമ്പിലിനൊന്ന് വിട്ടുപിടിക്കുക. കാരണം ആ വ്യക്തി ഓരോ ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അത്ര ഇഷ്ടമാണ് ആ വ്യക്തിയെ. ആ വ്യക്തി ചെയ്യുന്ന നന്മയെ അത്രത്തോളം ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതലായിട്ടൊന്നും നമ്മൾ പറയണില്ല.
പരമാവധി വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ചെയ്ത ലൈവിൻ്റെ കണക്ക് പറഞ്ഞു കൊടുക്കുക. അതെ ഷമീർക്ക, അക്കീമിൻ്റെ കാര്യം പിന്നെ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട. ആലത്തൂരത്തെ ഷമീർക്കുണ്ട്, ഷമീർക്കാക്കും അറിയാം, എല്ലാവർക്കും അറിയാം അക്കീം എന്താണ് ഏതാണെന്നൊക്കെ. ഹക്കീം ചെയ്ത വീഡിയോയിൽ 1-2 കുടുംബം ഹക്കീം വീഡിയോ ചെയ്ത കാരണം കൊണ്ട് പ്രവാസികൾ ഇനി കാശ് അയക്കില്ല, നിങ്ങൾക്ക് ഹക്കീം വന്ന കാരണം കൊണ്ട് ഞങ്ങൾ ഇനി 1 ഉറുപ്പ്യ തരില്ല പറഞ്ഞു അത്രേ. ഓരോ കുടുംബങ്ങൾ വഴിയാതാരായിരിക്കുക. ഞാൻ വേണമെങ്കിൽ ആ കുടുംബമായിട്ട് വരും. കാരണം ഇനി ഹക്കീം ചൊറിയാൻ നിന്ന, ഇനി ഹക്കീം ഓരോ കാര്യങ്ങൾ പറയാൻ നിന്ന പല വോയിസ് ക്ലിപ്പുകളും പല കാര്യങ്ങളുമായിട്ട് ഞാൻ രംഗത്ത് തന്നെ വരും. പല ഫാമിലിയുമായിട്ട് അവരെ കൊണ്ട് കേസുകളും കാര്യങ്ങളുമായിട്ട് ഞാൻ പറയുന്നുണ്ട്, പരമാവധി എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ചത്. കാരണം ഇത് സൈക്കോ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കുക. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാണ്ട് നമ്മൾ തെറ്റുകാരനാണ് എന്നുള്ള രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ആളെ ഇറക്കി, പോലീസിന് കാശ് കൊടുത്ത് പല രീതിക്കും നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അടുത്തൊക്കെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റൂല. അവർ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. അപ്പം അത് കാരണം കൊണ്ട് പറയാണ്, ഹക്കീമെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, എൻ്റെ കാര്യം നോക്കിയിട്ട് ഈ പൂവായിരിക്കും എനിക്ക് നല്ലത്, വെറുതെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാ ആളുകളോടും, എല്ലാ പ്രവാസികളോടും, എല്ലാ നല്ലവരായ ജനങ്ങളോടും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. എല്ലാ ആളുകളും ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യുക, നന്മ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക. കാരണം ആ വ്യക്തി നാടിന് ആവശ്യമാണ്. എല്ലാ ആളുകളുടെയും ഫുൾ സപ്പോർട്ട് വേണം. പറ്റുന്ന ആളുകളൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി ലൈവിൽ വരണം, സംസാരിക്കണം. കാരണം ഈ നാടിന് പല ആളുകളും ആ വ്യക്തിന് ഇലക്ഷന് രാഷ്ട്രീയത്തേക്ക് വരുമോ എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് പല രീതിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആ പേടിയൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ നല്ലതാണ്. കാരണം ആ വ്യക്തിയെ അത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതിനുള്ള സൂചന ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ആയാലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ. ഇനിയും ഓരോ കുടുംബങ്ങൾക്ക് നല്ലത് ചെയ്ത് ഫിറോസ് ഖാക്ക് മുന്നിട്ട് പോവാനും ആ കുടുംബങ്ങൾക്കൊക്കെ വിചാരിച്ച രീതിക്ക് ആ കുടുംബത്തിനൊക്കെ പ്രയാസങ്ങൾ നീങ്ങാനും ഒക്കെ നമുക്ക് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. അതേപോലെ ഇതുപോലുള്ള ഓരോ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന രീതിക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഹക്കീമിൻ്റെ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കുറേ ആളുകൾ ഇപ്പം തന്നെ വിളിക്കാം. ഹക്കീമിനെ ഫിറോസ് ചെയ്ത വീഡിയോയിലാണ് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി കോളുകളായിരിക്കും. അപ്പം ഹക്കീം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഓരോ ജില്ലയിൽ നിന്നും അടി പൊട്ടി നിനക്ക് എന്താ പറയുക സഹിക്കൂല നിനക്ക് കേട്ടോ. അപ്പോൾ നേരായിക്കോ. ഇന്നലെ 1 പൊട്ടി, അതിലെങ്കിൽ 1 കിട്ടിയതുകൊണ്ട് നേരാവാൻ പറ്റിയെങ്കിൽ അങ്ങനെ നേരാവ്, ഇനി ഇല്ലെങ്കിൽ കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് നീ നേരാവ്, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല, നേരാവില്ല നീ എന്തായാലും. അപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാ ആളുകളുടെ അടുത്തും ഓക്കെ, അസ്സലാമു അലൈക്കും.